0.319 ഹരിക്കണം 2.9. 0.319 2.9 കൊണ്ട് ഹരിക്കണം. 0.319/2.9 ഹരിക്കുമ്പോൾ ദശാംശ സംഖ്യകളാണ്, ഡെസിമൽ നമ്പേഴ്സിന്റെ ഹരണം. നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, ഇവിടെ ദശാംശം കേട്ട് എത്ര സ്ഥാനം? 3 സ്ഥാനം. ഇവിടെ ദശാംശം കേട്ടോ 1 സ്ഥാനം. ഇവിടെ ദശാംശം കേട്ട് 3 സ്ഥാനമുണ്ട്, ഇവിടെ 1 സ്ഥാനമുണ്ട്. അപ്പൊ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം തുല്യമാക്കുക. അപ്പൊ ഇത് അതുപോലെ എഴുതുക. 0.319 എത്ര സ്ഥാനമുണ്ട്? ദശാംശം കേട്ട് 3 സ്ഥാനം. ഇവിടെ 1 സ്ഥാനം എടുക്കുമ്പോൾ നമ്മൾ കാര്യം ചെയ്യുക, 2.9 2 0 കൂടി ചേർക്കുക. അവസാനം പോയിന്റ് കഴിഞ്ഞിട്ട് അവസാനം 0 ഇട്ടാൻ വരിയില്ല, പോയിന്റ് കഴിഞ്ഞിട്ട് അവസാനം 0 ഇട്ടാൻ വരിയില്ല. എന്നാലും നമ്മുടെ ആഗ്രഹം, നമ്മുടെ കാര്യം നിറവേറും ചെയ്തു. കാരണം ദശാംശം കേട്ട് 3 സ്ഥാനമാണ്. ഇവിടെ ഈ 3 സ്ഥാനം ആവാൻ വേണ്ടിയിട്ട് ഇവിടെ 2 0 ഇട്ടു. ഇപ്പൊ ദശാംശം കേട്ട് 3 സ്ഥാനം ഇതായി. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? അംശത്തിൽ എത്ര സ്ഥാനം? 3 സ്ഥാനം. ഛേദത്തിൽ എത്ര സ്ഥാനം? 3 സ്ഥാനം. അപ്പോൾ ഈ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം തുല്യമായ നമുക്ക് ദശാംശം ഒഴിവാക്കാം. അംശത്തിലും ഛേദത്തിലും ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം തുല്യമായ ദശാംശം ഒഴിവാക്കുക. അപ്പൊ മുകളിൽ എന്ത് വന്നു? അംശം എന്ത് വന്നു? 319 ഛേദം എന്ത് വന്നു? 2900. ദശാംശം ഒഴിവാക്കി. നമുക്കിതിനെ 29 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഈ 29 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഇവിടെ 31 ഒരു 29 ശിഷ്ടം 2 29 ഒരു 29 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു 29 ശിഷ്ടം 2 29 ഒരു 29 11 ഇവിടെ 29 ഹരിക്കുമ്പോൾ ഒരു പ്രാവശ്യം പടി, പിന്നെ 2 0 അല്ലെ. ഒരു 29 2 0. അപ്പൊ 11/100. 100 കൊണ്ട് ഹരിക്കാൻ എന്താ ചെയ്യുക? ഒരു സംഖ്യയെ 100 കൊണ്ട് ഹരിക്കാൻ, ഒരു സംഖ്യയെ 100 കൊണ്ട് ഹരിക്കാൻ 2 ദശാംശ സ്ഥാനം അടുത്തോട്ട് നീക്കുക. ഒരു സംഖ്യയെ 100 കൊണ്ട് ഹരിക്കാൻ 2 സ്ഥാനം അടുത്തോട്ട് നീക്കുക. അപ്പൊ ദശാംശം കൂടെ വരും അല്ലെ. ഉത്തരം എന്ത് വരും? 0.11.